ഷിഗല്ല, നിപ്പ, വെസ്റ്റ് നൈൽ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ കരുതലോടുകൂടി തന്നെ നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതാ എല്ലാ ദിവസവും സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൈകൾ കൃത്യമായിട്ട് കഴുകുക എന്നുള്ളതാണ്. അതായത് സോപ്പൊക്കെ ഉപയോഗിച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൈകൾ വൃത്തിയാക്കേണ്ടതുണ്ട്. അത് ആഹാരം കഴിക്കുന്നതിന് മുമ്പായിക്കോട്ടെ, പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാലായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ശരി നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, മഴക്കാലമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തന്നെ മലിനമാകുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ പാഠപുസ്തകത്തിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ മക്കൾ എന്ത് ചെയ്യാവുള്ളൂ? കുടിക്കാൻ പാടുള്ളൂ. മാത്രമല്ല അഴുകിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ വെള്ളം കുടിക്കുന്ന കാര്യം മാത്രമല്ല കേട്ടോ, മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും ശുദ്ധജലം തന്നെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസ് ഒക്കെ നിങ്ങളോട് പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുക തന്നെ വേണം. കാര്യം ഈ രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം മാരകമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളെ ജീവന് വരെ ഇത് ആപത്താണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് നമുക്കറിയാം, ഈ ഒരു സമയം എന്ന് പറയുന്നത് കൊതുകൊക്കെ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. കാര്യം വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? നിങ്ങളുടെ മുതിർന്നവരുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടിരിക്കാനായിട്ട് മക്കളും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരാനിരിക്കുന്ന പല അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും കാണാം. ബൈ.